എൻ്റെ തളങ്കര. ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു കൊച്ചു ഗ്രാമമുണ്ട് കാസർഗോഡ്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് തളങ്കര. എന്തുകൊണ്ടാണ് തളങ്കര മാതൃകയായതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതെ, തളങ്കര മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്, ഇറ്റിലമാണ്. അങ്ങനെ പറയാനും കാരണമുണ്ട്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മാലിക് ദീനാർ പള്ളിക്കു കീഴിൽ 23 മുസ്ലിം പള്ളികൾ സ്ഥിതി ചെയ്യുന്നു. കുടുംബക്ഷേത്രവും മറ്റുമായി 9 ക്ഷേത്രങ്ങളും ഈ തളങ്കര എന്ന കൊച്ചു ഗ്രാമത്തിലുണ്ട്. ഒരു ചർച്ചുമുണ്ട്. അതും 90% മുസ്ലിങ്ങൾ വസിക്കുന്ന ഈ തളങ്കരയിൽ കാലമിത്രയായും ഒരു വ്യക്തിയെപ്പോലും മതം മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രം കേടുവരുത്തിയിട്ടോ ഒരു വാർത്തയും തളങ്കരയിൽ നിന്നുണ്ടാവില്ല. കാരണം തളങ്കര ജീവിക്കുന്നത് ഇരുവിഭാഗങ്ങളും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിലും സമാധാനത്തിലും സാഹോദര്യത്തിലുമാണ്. അതെ, വൈവിധ്യമാർന്ന ഈ തളങ്കര എന്ന ഗ്രാമം തുടങ്ങുന്നത് തായലങ്ങാടി മുതലാണ്. തലയെടുപ്പോടെ നിൽക്കുന്ന ഖാൻ ബഹദൂർ ഷംനാഡ് സാഹിബിൻ്റെ പേരിൽ നിർമ്മിച്ച ക്ലോക്ക് ടവർ ഈ ഗ്രാമത്തിലേക്കുള്ള കവാടമാണ്. ആയിരങ്ങൾ ദിനേന വന്നിറങ്ങുന്ന കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അതും തളങ്കര എന്ന ഗ്രാമത്തിലെ തെരുവത്തെന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്ന തളങ്കര എന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ മികച്ചതാണ്. ഓരോ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും ഗൾഫ് മണലാരണ്യത്തിൽ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടങ്ങിയ തളങ്കര ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂൾ പഴയകാല വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരുടെ ആശാകേന്ദ്രമായിരുന്നു. തളങ്കരയിലെ ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ പലരും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ കർമ്മമണ്ഡലങ്ങളിൽ വെന്നിക്കൊടി പറയിച്ചവരാണ്. ഒരു വ്യവസായവും തളങ്കര തൊപ്പിയും ഓട് നിർമ്മാണവും ഒക്കെ തളങ്കരയുടെ വ്യാവസായിക മുഖങ്ങളായിരുന്നു. മാപ്പിളകവി ടി ഉബൈദിൻ്റെയും ആരോഗ്യരംഗത്തെ കാസർഗോഡിൻ്റെ ബ്രാൻഡ് അംബാസഡർ വ്യവസായിയുമായ മർഹൂം ജനാബ് KS അബ്ദുല്ല സാഹിബിൻ്റെയും വെൽഫീറ്റ് എന്ന ബ്രാൻഡ് ലോകത്തേക്ക് പരിചയപ്പെടുത്തിയ യഹിയ തളങ്കരയുടെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ലഫ്റ്റനന്റ് കേണൽ ക്യാപ്റ്റൻ ആഷിമിൻ്റെയും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടർ ബോർഡംഗവുമായ അബ്ദുൽ ഖാദർ തെരുവത്ത്, രാജ്യസഭാ MP, MLA, PSC മെമ്പറുമൊക്കെയായിരുന്ന മർഹൂം അമീദ് അലി ഷംനാഡ്, നഗരവികസനത്തിൻ്റെ ആശ്രയ തമ്പുരാൻ മർഹൂം KM ഹസൻ, മാലിക് ദീനാർ പള്ളിക്ക് ആധുനിക മുഖം നൽകിയ KS അബ്ദുൾ റഹ്മാൻ, ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സ് ടീമിലും കേരള രഞ്ജി ട്രോഫി ടീമിലും തളങ്കരയുടെ ക്രിക്കറ്റ് പതിവ് മുഹമ്മദ് അസ്റുദ്ദീൻ, ലോകത്താകമാനം പരന്നുകിടക്കുന്ന ഫില്ലി കഫ എന്ന ബ്രാൻഡ് ഉടമ ഫില്ലി റാഫിയുടെയും മുൻ MLA TA ഇബ്രാഹിം, എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന മർഹൂം KM അഹമ്മദ്, കാസർഗോഡിൻ്റെ ആദ്യകാല കവി P സീതിക്കുഞ്ഞിയുടെ മകൻ മാപ്പിളപ്പാട്ട് എഴുത്തുകാരൻ കവിയുമായ PS ഹമീദ്, മാപ്പിളപ്പാട്ടിൻ്റെ കാസർഗോഡ് തനിമ നുകരുന്ന ഇസ്മയിൽ തളങ്കര, തളങ്കരയുടെ വൈദ്യകുലപതി ശങ്കരൻ വൈദ്യർ, എഴുത്തുകാരൻ TA ഷാഫി, ഒരു പുരുഷായുസ് മുഴുവനും തളങ്കരയുടെ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ MD ബള്ളാൾ, ഇവരൊക്കെയായിരുന്നു തളങ്കര ജന്മം നൽകിയതും അല്ലാത്തതുമായ പ്രതിഭകൾ.
ആർബർ എന്ന പ്രദേശത്ത് നിന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ചന്ദ്രഗിരിപ്പുഴ അറബിക്കടലിലേക്ക് ലയിക്കുന്നതും മറുഭാഗത്ത് തീവണ്ടി ചീറിപ്പായുന്നതും നമ്മൾക്ക് കാണാം. തളങ്കര എന്നത് ഒരു വികാരമാണ്. ഇവിടെ ജീവിച്ചവർ ഇവിടെ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്.